Dear students, let us start our class. Okay, our first topic, different halves. Okay, in the last class we have discussed halving or another half. Did you remember? Okay. നമ്മൾ റെക്റ്റാങ്കിളിനെ ഇതേപോലെ ബോട്ടം സൈഡിൽ മിഡിലൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ രണ്ട് റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിനെ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ രണ്ട് റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ ആദ്യത്തെ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയക്ക് എന്തായിരിക്കും? ഹാഫ് ആയിരിക്കും. ഇനി അതേപോലെ ഇതും നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇവിടെ കോർണറിൽ ലൈന് വരച്ചിട്ട് രണ്ട് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താ? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ ഈക്വൽ ആണ്. അതെങ്ങനെയാണ്? ഈ വലിയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയക്ക് പകുതിയായിട്ടാണ് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കിട്ടുക. നെക്സ്റ്റ് വൺ ഹിയർ ലിസൺ. ഈ ഇവിടെ രണ്ട് ഫിഗേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയാണ് ഇവിടെ ഒരു ലൈന് വരച്ചത്. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് രണ്ട് പോയിന്റ്സ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഇതുപോലൊരു ലൈനാണ് കിട്ടിയിട്ടുള്ളത്. ഈ രണ്ട് ഫിഗേഴ്സിൻ്റെ ഏരിയ ഈക്വൽ ആവുമോ? ആവില്ലേ? അപ്പോൾ ഒരേപോലെ അല്ലേ ഇത് കട്ട് ചെയ്തത്? ലിസൺ ദിസ് ഫിഗർ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഫിഗേഴ്സിന് വല്ല പ്രത്യേകത ഉണ്ടോ? നമുക്കറിയാം ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? പാരലലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ സൈഡ്സുകൾ എന്തായിരിക്കും? പാരലലായിരിക്കും. അതേപോലെ ഈ സൈഡും എന്താണ്? പാരലലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് ക്വാഡ്രിലാറ്ററൽസ് ഇവിടെ കിട്ടിയില്ലേ. അപ്പോൾ എങ്ങനെയാണ് ഷേപ്പ് വരുന്നത്? ഒന്ന് ഇതേപോലെയാണ്. നെക്സ്റ്റ് ഇങ്ങനത്തെ രണ്ട് ഷേപ്പാണ് അവിടെ ഉള്ളത് അല്ലേ. ഈ രണ്ട് ഫിഗറിലും എന്താണ്? 4 സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ് പറയാം? ക്വാഡ്രിലാറ്ററൽസ് ആണ്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സിൻ്റെ പ്രത്യേകത എന്താ? ഇത് റെക്റ്റാങ്കിൾ എന്നല്ലേ നമ്മളിപ്പോൾ എടുത്തത്. ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? പാരലലാണ്. അപ്പോൾ ഇങ്ങനെ വൺ പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എന്താ പറയുക? ട്രപ്പീസിയം. എ ക്വാഡ്രിലാറ്ററൽ വിത്ത് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ഈസ് കോൾഡ് എ ട്രപ്പീസിയം. ഓക്കെ, ട്രപ്പീസിയം. ഇപ്പോൾ ട്രപ്പീസിയം എന്ന് പറഞ്ഞാലും ഒരു ക്വാഡ്രിലാറ്ററലാണ്. എന്താണ് കണ്ടീഷൻ? വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A rectangular plot is 30 meters long and 10 meters wide. Within it, a triangular part is marked for planting. ഇപ്പോൾ ഇവിടെയാണ് ട്രയാങ്കിൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഫസ്റ്റ് എ പാർട്ട്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് പാർട്ട്? അതായത് ഈ ട്രയാങ്കിളുള്ള ഈ ഭാഗത്തിൻ്റെ ഏരിയ എന്താണ്? Then next, what is the area of the triangular part to the right of the area for planting? ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വലതുവശത്ത് ഇവിടെ ഒരു എന്ത് വരുന്നുണ്ട്? ട്രയാങ്കിൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്താണ്? The next one, what is the area of the trapezium to the plantain to the left of plantain area? What is the area of the trapezium to the left of പ്ലാന്റെയിൻ ഏരിയ? ഇതാണ് പ്ലാന്റെയിൻ ഏരിയ. അതിൻ്റെ ലെഫ്റ്റിൽ കിടക്കുന്ന ട്രപ്പീസിയത്തിൻ്റെ ഏരിയ. ഇപ്പോൾ ട്രപ്പീസിയം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്താണ്? ഓക്കെ, നൗ ലെറ്റ് us ഡിസ്കസ് ഫസ്റ്റ് എ പാർട്ട്. ഏരിയ ഓഫ് ദി പ്ലാന്റെയിൻ ഏരിയ അല്ലെങ്കിൽ പ്ലാന്റെയിൻ പാർട്ട് എന്താണ് ഇവിടെ വരിക? ഇതെന്താ ഷേപ്പ്? ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, എന്താണ് വരിക? ട്രയാങ്കുലർ പാർട്ട് ഈസ് മാർക്ക്ഡ് ഫോർ പ്ലാന്റെയിൻ. അപ്പോൾ ഏരിയ ഓഫ് ഈ ട്രയാങ്കിൾ ഏരിയ ഹാഫ് ഇൻറ്റു ദെൻ 20 ഇൻറ്റു, അപ്പോൾ ഇതാണ് ഇവിടുത്തെ സൈഡ് അല്ലേ. ഇനി ഈ സൈഡിൽ അല്ലെങ്കിൽ ഈ സൈഡും ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഈ സൈഡിലേക്കൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ ലെങ്ത് എന്താ വരിക? യെസ്, ഈ ലെങ്ത് തന്നെ അല്ലേ ഇവിടെ കിടക്കുന്ന ഈ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ വരച്ചാൽ
ഇങ്ങനെയല്ലേ വരിക ട്രയാങ്കിളിൽ. അപ്പോൾ ഇത് 20 സെൻറ്റിമീറ്റർ ആണ് ആ സൈഡ്. അപ്പോൾ ആ സൈഡും ഈ വെർട്ടെക്സും നമ്മൾ ഈ പെർപെൻഡിക്കുലർ. ആ ലെങ്ത് അല്ലേ ഇവിടെയുള്ള 10 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു 10, ദാറ്റ് ഈസ് 20 ഇൻറ്റു 10 200. 200/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. The next B part. What is area of the triangular part to the right of the area for plantain? അപ്പോൾ പ്ലാന്റെയിൻ ഏരിയൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ട്രയാങ്കിൾ ഏരിയ ഏതാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ടു ദ റൈറ്റ് ഓഫ് പ്ലാന്റെയിൻ ഏരിയ. പ്ലാന്റെയിൻ ഏരിയൻ്റെ റൈറ്റിൽ കിടക്കുന്ന ട്രയാങ്കിൾ ഏരിയ. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ, കാരണം റെക്റ്റാങ്കിൾ അല്ലേ, റെക്റ്റാങ്കുലർ പ്ലോട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇതെന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ ഹാഫ് ഇൻറ്റു 16 ഇൻറ്റു 10. ഹാഫ് ഇൻറ്റു 16 ഇൻറ്റു 10. ദ നെക്സ്റ്റ് 16 ഇൻറ്റു 10 ഈസ് 160. സോ ഹാഫ് ഓഫ് 160 80. ഇപ്പോൾ 80 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ 100 ആണ്. ഇവിടെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 80. ഇപ്പോൾ ഈ ട്രയാങ്കിൾ ഏരിയ കിട്ടിയിട്ടുണ്ട്, ഈ ട്രയാങ്കിൾ ഏരിയ കിട്ടിയിട്ടുണ്ട്. ദ നെക്സ്റ്റ് സി പാർട്ട്. വാട്ട് ഈസ് ഏരിയ ഓഫ് ദ ട്രപ്പീസിയം ടു ദ ലെഫ്റ്റ് ഓഫ് പ്ലാന്റെയിൻ ഏരിയ? ഇതാണ് പ്ലാന്റെയിൻ ഏരിയ. അതിൻ്റെ ഇടതുവശത്ത് കിടക്കുന്ന ട്രപ്പീസിയത്തിൻ്റെ ഏരിയ. ഏരിയ ഓഫ് ദി ട്രപ്പീസിയം. എങ്ങനെ നമുക്ക് ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം? ഇത് ടോട്ടൽ ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ട് അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഈ ട്രയാങ്കിൾ ഏരിയയും ഈ ട്രയാങ്കിൾ ഏരിയയും കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ടോട്ടൽ റെക്റ്റാങ്കിൾ ഏരിയന്ന് ഇത്രയും പാർട്ട് നമുക്ക് മൈനസ് ചെയ്താൽ ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ മൈനസ് എന്താണ് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ അല്ലേ. Sum of areas of triangles. That is, what is area of this rectangle? അവിടെ പറയുന്നുണ്ട് 30 മീറ്റർ ലെങ്ത്തും 100 മീറ്റർ 10 മീറ്റർ എന്താണ് വിഡ്ത്തുമാണ്. അപ്പോൾ 30 ഇൻറ്റു 10 മൈനസ് സം ഓഫ് ഏരിയാസ് ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ്. വാട്ട് ആർ ദേ? 100 പ്ലസ് 80. That is 30 into 10 300. 300 minus 100 plus 80 180. അപ്പോൾ 300 180 മൈനസ് ചെയ്താൽ 120 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഇപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഈ കംപ്ലീറ്റ് റെക്റ്റാങ്കിൾ ഏരിയ എന്ന് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 30 ഇൻറ്റു 10 ആണ് ടോട്ടൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ വരിക. 30 ഇൻറ്റു 10 ഈസ് 300 മൈനസ് 100 പ്ലസ് 80 180. ടോട്ടൽ മൈനസ് ചെയ്താൽ 120. അപ്പോൾ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്താ വരിക? 120 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ യു ഹാവ് ഗിവൺ വൺ ഫിഗർ. ഇൻ ദിസ് ഫിഗർ ABCD is a rectangle and EFG is a right triangle or right angled triangle. What are the areas of the trapeziums AFED and ECBF? ഇപ്പോൾ അവിടെ രണ്ട് ട്രപ്പീസിയം ഉണ്ട്. AFED അതാണ് ഒരു ട്രപ്പീസിയം. ഓക്കെ, AFED. അടുത്തത് ഏതാണ്? ECBF. ഓക്കെ, ECBF. ജി അല്ല, ഇതായാൽ ട്രപ്പീസിയാവോ? ഇല്ല, ഇവിടെ 6ഉം 10ഉം ആണ്. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ആണ്. ഇവിടുത്തെ ട്രപ്പീസി ഏതാണ്? ECBF. അപ്പോൾ ECBFും AFEDയും ആ രണ്ട് ട്രപ്പീസിയത്തിൻ്റെ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് കിട്ടേണ്ടത് എന്താ? AFED എന്ന് പറഞ്ഞാൽ ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കിട്ടണം. അപ്പോൾ ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്?
ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കിടക്കുന്നുണ്ട്. ഏതത്? എ ഡി ഇ ജി അല്ലേ? എ ഡി ഇ ജി എന്ന് പറഞ്ഞ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അതിൻ്റെ ലെങ്ത്ത് നോക്കുക. ഡി ഇൻ്റെ ലെങ്ത്ത് 14 ആണ്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഇതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത്. അത് എത്രയാണ് ഇവിടെ തന്നിട്ടുണ്ട്? 10 സെൻറ്റിമീറ്റർ. ഇവിടെ 10 ആണെങ്കിൽ ഈ ലെങ്ത്ത് എന്തെന്നെ വരിക? 10 സെൻറ്റിമീറ്റർ. സോ ഫസ്റ്റ് let us find out area of rectangle ADEG equals, what is length? 14 into അതിൻ്റെ width or breadth 10. So 14 into 10 140 square centimeter. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. സോ വാട്ട് ഈസ് ഏരിയ ഓഫ് ദിസ് റൈറ്റ് ട്രയാങ്കിൾ? ഇപ്പോൾ ഇവിടുത്തെ ഈ പെർപെൻഡിക്കുലർ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ ബി സിൻ്റെ ലെങ്ത് തന്നെ അല്ലേ ജി ഇ വരുന്നതോ? അതും 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ഈസ് 1/2 into 4 into 10. ഏരിയ ഓഫ് ദ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ area of the right angle triangle EFG is 1/2 into here 4 into 10. 4 into 10 40. So 1/2 of 40 20 square centimeters. 20 square centimeters. ഇനി നോക്കാം. നമുക്ക് വേണ്ടത് ട്രപ്പീസിയം എ ഡി ഇ എഫിൻ്റെ ഏരിയയാണ്. അതായത് ഈ പാർട്ടിൻ്റെ ഏരിയയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ കിട്ടിയിട്ടുള്ളത് ഏതാണ്? ഈ റെക്റ്റാങ്കിൾ ഏരിയ നമ്മളെ കയ്യിലുണ്ട്. അതേപോലെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഉണ്ട്. അത് തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നമുക്ക് ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കിട്ടില്ലേ? ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട്? യെസ്, ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, therefore area of the trapezium, ഏതാ ട്രപ്പീസിയം? എ ഡി ഇ എഫ് അല്ലേ? എ ഡി ഇ എഫ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്? എ എഫ് ഇ ഡി. എ എഫ് ഇ ഡി ഈക്വൽസ് എങ്ങനെ കാണാം? ഇവിടുത്തെ ഈ റെക്റ്റാങ്കിൾ എ ഡി ഇ ജിൻ്റെ ഏരിയ എന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ഇവിടുത്തെ ഈ ട്രയാങ്കിൾ ഏരിയ മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 140 minus 20. What is answer? 140 minus 20, 120 square centimeters. Okay. ഇനി നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് പാർട്ട് എന്ത് വേണം? ട്രപ്പീസിയം ഇ സി ബി എഫിൻ്റെ ഏരിയ കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി ഈ ട്രയാങ്കിൾ ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കിടക്കുന്നുണ്ട്. ഏതാ റെക്റ്റാങ്കിൾ? ഇ സി ബി ജി. ദെൻ വാട്ട് ഈസ് ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? ഹിയർ 6 into 10. അപ്പോൾ 60 കിട്ടും. അതിൻ്റെ കൂടെ ഈ 20 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഏരിയ ഓഫ് ട്രപ്പീസിയം ഇ സി ബി എഫ്. Okay, now area of the rectangle ECBG equals 6 into 10, that is 60 square centimeters. 60 square centimeters. Therefore area of the trapezium ECBF equals, ഇതിൻ്റെ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്? 60 ആണ്. 60 പ്ലസ് ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണ്? 20. സോ 80 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ക്ലിയർ?
അപ്പോൾ ആദ്യത്തെ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്തായിരുന്നു 120, രണ്ടാമത്തെ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ 80. അപ്പോൾ 120യും 80യും കൂടെ ചേർന്നാൽ നമുക്ക് എന്താ കിട്ടുക ടോട്ടല് 200 അല്ലേ. അപ്പോൾ രണ്ട് ട്രപ്പീസിയത്തിൻ്റെ ഏരിയയും കൂടെ 200 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ അതെന്തായിരിക്കും നമുക്ക് തന്നിട്ടുള്ള ഈ റെക്റ്റാങ്കിൾ ABCDൻ്റെ ഏരിയ ആവില്ലേ? യെസ്. അപ്പോൾ നോക്ക് ഇവിടെ 14 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡ് എന്താ വരിക 20 ആവും. ഇനി ഇതിൻ്റെ വിടുത്ത് എത്ര തന്നിട്ടുണ്ട് 10 ആണ്. അപ്പോൾ 20 × 10 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക 200 ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ടോട്ടൽ ABCD എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിൾ ഏരിയ 200 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ്. അതാണ് നമ്മൾ രണ്ട് ട്രപ്പീസിയാക്കി ഡിവൈഡ് ചെയ്തത്. ഇവിടെ ഇടയ്ക്കൊരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്തൊക്കെ കിട്ടിയത്? ഫസ്റ്റ് 120 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്, രണ്ടാമത്തിൻ്റെത് 80 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ലെറ്റ് us stop today's class. Thank you.